ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കഥാക്സ്. അപ്പം നമ്മൾ ഞാൻ വന്ന മാഷൽ മാജിക് ആൻഡ് സിക്സിൻ്റെ എപ്പിസോഡ് 1 കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പാർട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു ഷോർട്സിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോലീസുകാരൻ ഫോൺ വിളിക്കുന്നതാണ് കാണുന്നത്. അപ്പം നേരത്തെ ഈ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഈ പോലീസ് തന്നെയായിരുന്നു. അടുത്ത സീൻ കടന്ന് മാഷിൽ ക്രീം ബഫും കഴിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ മാഷിൻ്റെ ഓർക്കുവാണ് അവൻ്റെ അച്ഛൻ എന്ത് പറ്റിയാലും സിറ്റിയിലോട്ട് പോകലെന്ന് പറഞ്ഞത്. അങ്ങനെ മാഷരെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അടിച്ച് കിറങ്ങി കിടക്കുന്ന ഒരു പോലീസുകാരൻ്റെ മുമ്പിലെത്തുന്നത്. പോലീസുകാർ വളവള എന്ന് കുറേ കാര്യം പറയുന്നുണ്ട്. മാഷൊന്നും അതിൻ്റെ കഥ ചോദിച്ചു, ബ്രോ ക്രീം ബഫ് വേണമെന്ന്. പിന്നെ ആൾക്ക് ദേഷ്യം വന്നിട്ട് ആൾ ക്രീം ബഫ് അങ്ങ് തട്ടി തെറിപ്പിച്ചു. മാഷിൽ അതിൻ്റെ പറയണല്ലോ, ആളുടെ ഉടുപ്പ് മൊത്തം കീറിക്കളഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ട് വേറൊരു പോലീസുകാർ വരുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ മറ്റേ തടിയും പോലീസുകാരൻ്റെ ചീഫാണ്. ഇപ്പോൾ എൻ്റെ പേര് ബ്രാഡ്. അപ്പം ഈ ബ്രാഡ് ചോദിച്ചു, നീ എന്തിനാണ് നേക്കഡായിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പം മറ്റേ തടിയും പറഞ്ഞു, അത് ആ ചെക്കൻ കാരണമാണ്. ബ്രാഡിൻ്റെ ആ ചെക്ക ഇങ്ങോട്ട് വന്നതെന്ന് മാഷിനോട് പറഞ്ഞപ്പോൾ പുറവിൽ നിന്ന് റെഗ്രോ വന്നിട്ട് എൻ്റെ മോനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് മോനെയും കൂട്ടിക്കൊണ്ട് ഓടിപ്പോയി. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ പ്രൊമോഷനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രാഡ് ഒരു സ്പെല്ല് ഉപയോഗിച്ചു. ആ സ്പെല്ല് നേരെ ഒരു പക്ഷിയായിട്ട് മാഷിൻ്റെ റെഗ്രോനെയും പുറകെ വിട്ടു. എടാ മൊണ്ട, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സിറ്റിയിലോട്ട് പോലെന്ന് എന്ന് മാഷിനോട് റെഗ്രോ പറഞ്ഞു. അപ്പം മാഷിനോട് പറഞ്ഞപ്പോൾ മാഷിന് ഫുള്ള് റിഗ്രറ്റ് അടിച്ചത് സഡായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് റെഗ്രോ നിർത്തിയിട്ട് പറഞ്ഞു, പകരം പണിഷ്മെൻ്റ് ആയിട്ട് ഇന്നത്തെ വർക്കൗട്ട് നീ ഒന്നുകൂടെ ചെയ്യണമെന്ന്. അവൻ ശരിക്കും ഒരു നല്ല മകനാണ്. അപ്പോഴാണ് ജനലിലൂടെ റെഗ്രോ ആ പക്ഷിയെ കാണുന്നത്. പക്ഷിയെ കണ്ടപ്പോൾ തന്നെ എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ബ്രാഡും പോലീസുകാരും ഡോറും വിളിച്ചുകൊണ്ട് വന്നു. റെഗ്രോ ഒന്ന് ടെററായിട്ട് നിൽക്കുമ്പോൾ തന്നെ സീൻ കട്ടിട്ട് മാഷിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മാഷിനാണെങ്കിൽ എപ്പോഴത്തേക്കും 5 മിനിറ്റ് കൊണ്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ക്രീം പഫ് ക്രീമി പഫ്. ഞാൻ ഇപ്രാവശ്യം ഡോർ ഉന്തണോ തള്ളണോ? ഉന്തിയാലും തള്ളിയാലും പ്രശ്നമാവും തോന്നില്ല. സമയമാണ് ഉള്ളിൽ നിന്ന് ബ്രാഡിന്റെ സൗണ്ട് മാഷിൽ കേൾക്കുന്നത്. ഉള്ളില് ബ്രാഡ് റെഗ്രോനെ മാജിക് ഉപയോഗിച്ച് വായിൽ നിർത്തിയിട്ട് പറയാണ്, ഈ ലോകത്ത് മാജിക് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്കൊന്നും ഈ ലോകത്തിൽ അവകാശവുമില്ല. നീ എനിക്ക് അവനെ തന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ റെഗ്രോന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നിനക്കൊരു എളുപ്പമുള്ള കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ മാജിക് ഭയങ്കര വീക്കാണ്. നിനക്ക് ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ മനസ്സിലായി റെഗ്രോയ്ക്ക് മാജിക് പവേഴ്സ് ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തും വലുതായപ്പോഴും അവൻ കുറേ അപമാനമൊക്കെ സഹിച്ചിട്ടുള്ളതാണ്. ആർക്കും വേണ്ടാത്തവനായി മരിക്കാനെന്ന് എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് മാഷിലാണ്. അതുകൊണ്ട് ഞാൻ മാഷലിനെ ഒരിക്കലും കാണിച്ചു കൊടുക്കില്ല എന്ന് റെഗ്രോ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഓട് മാഷൽ, ഓട്, എനിക്ക് വേണ്ടി നീ ഓട് മാഷൽ. അതിനർത്ഥം ആ ചെക്കൻ ഇവിടെ ഉണ്ടെന്നാണ്. വേഗം പോയി അവനെ കണ്ടുപിടിക്കുക എന്ന് ബ്രാഡ് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ അവൻ നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അത് കണ്ട് ദേഷ്യം വന്ന ആ ബ്രാഡ് ഒരു നല്ലൊരു വലിയ സ്പെല്ല് തന്നെ റെഗ്രോയ്ക്കിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മാഷൽ ഡോറും പൊളിച്ച് ഓടി വന്നിട്ട് കൂടെ ഉണ്ട വേറെ പോലീസുകാരനെ ഇടിച്ചു തീർപ്പിച്ചത്. എന്നിട്ട് മാഷൽ പറയണ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, ഇല്ല ഞാൻ നിനക്ക് നരകത്തിലോട്ട് വിടും. ഹ മാജിക് പോലും ഉപയോഗിക്കാറുണ്ട്, നീ എങ്ങനെയാ എന്നെ തീർക്കാൻ പോകുന്നത്? എടാ മണ്ട, ബ്രാഡ് ബ്യൂറോ ഓഫ് മാജിക് സെക്യൂരിറ്റി ഫോഴ്സിലെ അംഗമാടാ. ഇത് ഞാനിപ്പോൾ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് ബ്രാഡ് ഒരു നല്ല വലിയൊരു സ്പെല്ല് തന്നെ ഉപയോഗിക്കുകയാണ്. സൈഡിൽ നിന്ന് തടിയും പറയുന്നുണ്ട്, ഈ സ്പെല്ല് ഉപയോഗിച്ച് ബ്രാഡ് ഡ്രാഗനെ തീർത്താന്ന്. അങ്ങനെ ആ സ്പെല്ല് മാഷലിനെ കൊണ്ടു. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചെക്കൻ ഒരു പോറൽ പോലും ഇല്ല. അപ്പുറത്ത് ബ്രാഡാണെങ്കിൽ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കും. ഇതെങ്ങനെ സാധിക്കും? അവനെൻ്റെ നാൽക്കം പാസിനെ ഒരു ബോൾ തട്ടുന്ന പോലെ തട്ടിയത്. കുഴപ്പമില്ലട ചക്ക, നീ ഇനി ഇതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. നാൽക്കം പാസ് ഡിയാഗോറസ്. ആ അറ്റാക്ക് കൊണ്ട് മാഷൽ ചത്തുവെന്ന് വിചാരിച്ചാൽ ചത്തില്ല. മാഷൽ അറ്റാക്കിനെ ജഗിൾ ചെയ്ത് ബ്രാഡിനെ അപമാനിക്കാൻ പറ്റുന്ന അത്രയും അപമാനിച്ചു. ഇവിടെ എന്താണ് നടക്കുന്നത്? അവന് മാജിക് ഉപയോഗിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, ഇത് മതിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് വാണ്ട് ഭയങ്കര ഫോഴ്സിൽ അങ്ങോട്ട് എറിഞ്ഞു. അപ്പുറത്ത് ബ്രാഡ് ഒരു നല്ല ഡിഫെൻസീവ് സ്പെല്ലായിട്ട് പിടിച്ചു നിന്നിട്ട് പറയാണ്, സാധാരണ മാജിക്കിനൊന്നും ഇതിനെ മറികടന്ന് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. പക്ഷേ ആ വാണ്ടിയുടെ ഡിഫെൻസീവ് ഫോഴ്സും തകർത്ത് നമ്മുടെ ബ്രാഡിൻ്റെ മുഖത്തൊരു പാടും വരച്ചിട്ട് അപ്പുറത്ത് കടന്നുപോയി. ഫുള്ള് സ്റ്റക്കായിട്ടിരിക്കുന്ന ബ്രാഡിനോട് മാഷിൽ പറയാണ്, ഇനി നീ എൻ്റെ ഫാമിലിയെ ഭീഷണിപ്പെടുത്തി നിന്നെ ഞാൻ കൊന്നു കളയും. ഇതെങ്ങനെ സാധിക്കും? അവൻ്റെ ഫിസിക്കൽ വർക്കൗട്ട് അവൻ്റെ സെൽഫ് ഡിഫെൻസിന് മാത്രമുള്ളതാണ്. ശരി മഷ്റൂം ഹെഡ്, പക്ഷെ നമുക്കൊരു ഡീല് വെക്കാം. നീ സമ്മതിച്ചാൽ നിന്നെയും ഈ കിളവനെയും ഞാൻ വെറുതെ വിടും. ഒരു മാജിക് സ്കൂളിൽ കയറി അവിടെ ഉള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാവും. അതാണ് ഡിവൈൻ മിഷണറി. നീ ഡിവൈൻ മിഷണറി ആയാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാവും. നിനക്ക് വട്ടാണോ? അതൊരു മാജിക് സ്കൂളാണ്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട നീയായിരിക്കും ഗോഡ്സ് ചോസൺ വൺ. പിന്നെ സമൂഹവും നിന്നെ അംഗീകരിക്കും. നിങ്ങൾക്ക് നിരസിക്കാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറവേ ഉണ്ടാവും. പിന്നെ ഈ നാട് മുഴുവൻ നിങ്ങളുടെ പുറവെയാണ്. മാഷൽ, നിനക്കും ഓക്കെയാണ്, നീ സ്ട്രോങ് ആണ്. പക്ഷെ നിന്റെ അച്ഛൻ്റെ കാര്യം നീ ഓർത്ത് നോക്ക്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുവാണ്. അപ്പം ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും മിക്കവാറും മാഷൽ മാജിക് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.